ഹലോ. കുറേ നാളിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയും. നമ്മുടെ വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സാധനം കുറയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കുറച്ച് വയ്യാതായിപ്പോയി. 1 മാസത്തോളം മരുന്ന് കഴിക്കേണ്ടി വന്നു. കഴിച്ചപ്പോൾ കുറവുണ്ട്. ഇപ്പം ദേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു. മറ്റേത് സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുമായിരുന്നു. ഇപ്പം കുറച്ചെങ്കിലും ഉണ്ടെങ്കിലും ബെറ്ററായി. ഇലക്ഷന് മുമ്പേ ഒരു കാര്യം ഒരു ഒരു പൊളിറ്റിക്കൽ സറ്റയർ മൂവികളെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് സീരീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 'സന്ദേശം' എന്ന സിനിമയാണ് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്നത്. അത് മെയിൻ ചെയ്യാൻ കാരണം ഏതോ ഒരു സമയത്ത് ഒരു വാർത്തയിൽ ഒരു ചാനലിനകത്ത് ഒരു ജേർണലിസ്റ്റ് പറയുന്നത് കേൾക്കുകയുണ്ടായി. അതായത് 'കേരള സ്റ്റോറി 2' എന്ന സിനിമ 'സന്ദേശം' എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും അരാഷ്ട്രീയ സിനിമയാണെന്നും ആരോ പറഞ്ഞു കേട്ടോ. കേട്ടപ്പോൾ എനിക്കത്ര അത് വർക്കായിട്ട് തോന്നിയില്ല. 'കേരള സ്റ്റോറിയും' 'സന്ദേശത്തെയും' കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ സിനിമയൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് വെച്ചിരിക്കും രാഷ്ട്രീയ സിനിമ. 'സന്ദേശം' ഒരു അരാഷ്ട്രീയ സിനിമയാണോ? നമുക്ക് 'സന്ദേശത്തിന്റെ' ഒരു കഥയിലേക്ക് ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. 1991 'സന്ദേശം' എന്ന സിനിമ ഇറങ്ങിയത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തു. ശ്രീനിവാസൻ കഥ എഴുതി. ഒറ്റ നോട്ടത്തിൽ ഇതൊരു നല്ല ഫാമിലി കോമഡി സിനിമയാണ്. തിലകൻ അഭിനയിച്ച രാഘവൻ നായർ എന്ന കഥാപാത്രം ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. 30 വർഷത്തെ ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. ഭാര്യയുടെ മക്കളുടെയും കൂടെ സമാധാനമായി ജീവിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. പക്ഷേ ആ സ്വപ്നം, അദ്ദേഹത്തിന്റെ ആ സമാധാനം മാത്രം അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വീട് ഒരു വീടായിരുന്നില്ല. 2 മൂത്ത മക്കൾ കേരളത്തിലെ വലിയ 2 രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിരുന്നു. അവരുടെ കാരണം ആ വീട് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലമായി മാറി. അക്കാലത്ത് രാഷ്ട്രീയ സിനിമയെ നന്നായി കാണാമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഇന്ത്യയിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷേ ശ്രീനിവാസൻ എഴുതിയത് അന്നത്തെ കാലത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല, പിന്നീട് വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അത് സംസാരിച്ചു. സന്ദേശത്തിന്റെ വിജയം അതിലെ കഥാപാത്രങ്ങളാണ്. അവ വെറും ആളുകളല്ല, അത് ഓരോ രാഷ്ട്രീയ വിശ്വാസങ്ങളെയാണ് കാണിക്കുന്നത്. ആദ്യം മൂത്ത സഹോദരൻ പ്രഭാകരൻ, ശ്രീനിവാസാണ് ആ വേഷം ചെയ്യുന്നത്. അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. സിനിമയിലെ പാർട്ടിയുടെ പേര് റെവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ RDP എന്നാണ്. അയാൾക്ക് ജോലിയില്ല, പക്ഷെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. പാർട്ടിയുടെ തോൽവിയെപ്പറ്റി ന്യായീകരിക്കാൻ താത്വിക അവലോകനം എന്ന വാക്ക് അയാൾ പലപ്പോഴും പറയും. ഭാര്യ പോലും ദാസ് ക്യാപിറ്റൽ വായിച്ച ശേഷം തന്നോട് അടുത്താൽ മതി എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അനിയൻ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റിന്റെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നു. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് അയാൾ പറയുന്നു. ഇത് ഇന്ന് മീമുകളിലൊക്കെ നിറയെ കാണാം. ഇത് വെറും ഒരു തമാശയല്ല, സ്വന്തം വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാത്ത അവസ്ഥയുടെ ഒരു ഉദാഹരണമാണിത്. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്നും കാണുന്ന ഒന്നാണ്. മറ്റൊരാൾ അനിയൻ പ്രകാശനാണ്. ജയറാമാണ് ആ വേഷം ചെയ്യുന്നത്. സിനിമയിലെ കോൺഗ്രസ് പാർട്ടിയുടെ രൂപമായ ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി അഥവാ INSPയുടെ യുവ നേതാവാണ് അയാൾ. പ്രഭാകരൻ ആശയങ്ങളെ വിശ്വസിക്കുമ്പോൾ പ്രകാശൻ ഒരു അവസരവാദിയാണ്. അവൻ ചേട്ടന്റെ തോൽവിയെ കളിയാക്കുന്നു. സ്വന്തം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്നു. അവന് അധികാരം മാത്രമാണ് വലുത്, ആശയങ്ങളല്ല. എന്നാൽ അവരെ ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് അവരുടെ കപടതയാണ്. രണ്ടുപേരും പഠിച്ചിട്ടുണ്ടെങ്കിലും ജോലിയില്ല. അച്ഛന്റെ പെൻഷൻ പണം കൊണ്ടാണ് ജീവിക്കുന്നത്. അവർ പുറത്ത് ശത്രുക്കളാണ്, പക്ഷെ സ്വന്തം കുടുംബത്തോട് ഒരു കടമയും ചെയ്യാത്ത കാര്യത്തിൽ അവർ ഒരുപോലെയാണ്. അവർ നാട് നന്നാക്കിനെ കുറിച്ച് സംസാരിക്കും, പക്ഷെ അമ്മയ്ക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങി കൊടുക്കാൻ പോലും അവർക്ക് സമയമില്ല. സന്ദേശം ഇന്ത്യ സിനിമയിലെ മികച്ച രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമകളിൽ ഒന്നാണ്. കാരണം അതൊരു പാർട്ടിയെയും പിന്തുണയ്ക്കാതെ എല്ലാവരെയും വിമർശിക്കുന്നു. ശ്രീനിവാസന്റെ തിരക്കഥ ഓരോ കഥാപാത്രത്തിനും സ്വയം വിഡ്ഢിയാകാനുള്ള അവസരം നൽകുന്നു. പാർട്ടി ഓഫീസുകൾ ചെറിയ തർക്കങ്ങൾക്കും വഴക്കുകൾക്കുമുള്ള സ്ഥലങ്ങളായിട്ടാണ് കാണിക്കുന്നത്. നേതാക്കൾ വലിയ വലിയ ആശയങ്ങളൊക്കെ പറയും, പക്ഷെ സ്വന്തം കാര്യം നോക്കും. സിനിമയിലെ ഒരു രംഗം ഇത് വ്യക്തമായി കാണിക്കുന്നു. ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുമ്പോൾ 2 സഹോദരന്മാരും അവരുടെ പാർട്ടിക്കാർക്ക് അങ്ങോട്ട് ഓടിയെത്തുന്നു. മരിച്ചയാളെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയാക്കാൻ നോക്കുമ്പോൾ അവരുടെ ആ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരൂ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് പറഞ്ഞവർ പരസ്പരം വഴക്കിടുന്നു. മരിച്ചയാളുടെ ഡെഡ് ബോഡി ഭരണത്തിരിക്കുന്ന INSPക്കാർ അവരുടേതാക്കുമ്പോൾ പ്രഭാകരൻ പറഞ്ഞ ഡയലോഗാണ് ഏറ്റവും ഹൈലൈറ്റ്. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഈ രംഗം വെറും ഒരു ഭാവനയല്ല. സിനിമ ഇറങ്ങിയ ശേഷം കേരള രാഷ്ട്രീയത്തിൽ പല തവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ദുരന്തങ്ങളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതിന് ഇത് തുറന്നു കാട്ടുന്നു. പ്രശ്നം ആശയങ്ങളല്ല, അതിനെ അന്ധമായി വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് സിനിമ കുറ്റപ്പെടുത്തുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങൾ മറന്ന് ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ കാലത്ത് ഇത് വളരെയധികം കൂടിയിട്ടുണ്ട്. 35 വർഷം കഴിഞ്ഞിട്ട് സന്ദേശം ഒരു സിനിമയേക്കാൾ നമ്മുടെ ജീവിതം കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി പോലാണ്. ഇടതും വലതും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും കേരളത്തിലുണ്ട്. എന്നാൽ സിനിമയിലെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് എല്ലായിടത്തും കാണാം. ആ പോളണ്ട് ഡയലോഗ് നമ്മുടെ സംസാരത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയത്തെയോ നേതാവിനെയോ പ്രതിരോധിക്കുന്ന ആർക്കും ഈ ഡയലോഗ് ഉപയോഗിക്കാം. ആളുകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ ഇത്തരം പിടിവാശികളൊക്കെ ഉണ്ടാകും. ശ്രീനിവാസൻ അന്ധകാലത്ത് അന്നേ അറിയാമായിരുന്നു. എന്നാൽ സിനിമയിൽ ഏറ്റവും വേദന നിറഞ്ഞ സന്ദേശം കുടുംബം തകരുന്നതിനെ കുറിച്ചാണ്. സിനിമയിൽ ഈ 2 പേരുടെയും 2 മക്കളുടെ അമ്മയായ ഈ കവിയൂർ പൊന്നം അവതരിപ്പിച്ച കഥാപാത്രം തലകറങ്ങി വീണ് ആശുപത്രിയിലാകുന്നു. പക്ഷെ ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറഞ്ഞ മക്കൾ 2 പേരും എവിടെയാണ്? അവർ പാർട്ടി പരിപാടികളുടെ തിരക്കിലാണ്. സ്വന്തം അമ്മയേക്കാൾ വലുത് ഭാരതാംബയാണെന്ന് പ്രഭാകരൻ പറയുന്നു. അപ്പോഴാണ് അച്ഛൻ രാഘവൻ നായർ പൊട്ടിത്തെറിക്കുന്നത്.
രാഷ്ട്രീയക്കാർ കാരണം ബുദ്ധിമുട്ടുന്ന ഓരോ സാധാരണക്കാരന്റെയും ദേഷ്യമാണ് തിലകൻ ആ രംഗത്ത് കാണിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെയാണ് ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നത് എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ച് മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ചിലർ പറയുന്ന സന്ദേശം ഒരു അരാഷ്ട്രീയ സിനിമയാണെന്നാണ്. അതായത് സന്ദേശം രാഷ്ട്രീയം വേണ്ട എന്നൊരു ചിന്തയാണ് നൽകുന്നത് എന്നാണ്. എല്ലാ രാഷ്ട്രീയവും മോശമാണെന്നും സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതിയെന്നും സിനിമ പറയുന്നു എന്ന് അവർ വാദിക്കുന്നു. എന്നാൽ അത് ശരിയല്ല. അത് ആ തിരക്കഥയുടെ ആഴം കുറഞ്ഞൊരു വായന മാത്രമാണ്. സിനിമ രാഷ്ട്രീയത്തെ കുറ്റം പറയുന്നില്ല, മറിച്ച് രാഷ്ട്രീയത്തിലെ നിലവാരമില്ലായ്മയാണ് വിമർശിക്കുന്നത്. ജോലിയൊന്നും ചെയ്യാതെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് സിനിമ കളിയാക്കുന്നത്. ഉത്തരവാദിത്തമാണ് സിനിമയിലെ അവസാനത്തെ സന്ദേശം. ലോകം നന്നാക്കാൻ പോകുന്നതിന് മുമ്പ് സ്വയം നന്നാകുക എന്നതാണിത്. സന്ദേശം ഒരു ക്ലാസിക്കായ മലയാള സിനിമ മാത്രമല്ല, രാഷ്ട്രീയ വഴക്കുകൾ കാരണം മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീനിവാസന്റെ മൂർച്ചയേറിയ തിരക്കഥ അന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല കാണിച്ചതെന്ന്, ഇന്ന് നമ്മുടെ ലോകത്തുള്ള ദേഷ്യത്തെയും ഭിന്നതയെയും കുറിച്ച് കൃത്യമായി പ്രവചിക്കുകയും ചെയ്തു. പ്രഭാകരനും പ്രകാശനും തമ്മിലുള്ള പോരാട്ടം ഇന്നും തുടരുകയാണ്. അത് നിയമസഭകളിലും TV ചർച്ചകളിലും നമ്മുടെയൊക്കെ വീടുകളിലും നടക്കുന്നു. സിനിമ നമ്മോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെ കാലത്തെ പ്രഭാകരന്മാർക്കും പ്രകാശന്മാർക്കും എപ്പോഴെങ്കിലും പാർട്ടിക്കൊടികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന, അത് നമ്മുടെ മിന്നി നിൽക്കുന്ന മനുഷ്യരെ കാണാൻ കഴിയുമോ? അതോ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പോലെ ഈ പോരാട്ടം എന്നേക്കുമായി തുടരുമോ? വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സന്ദേശം അരാഷ്ട്രീയ സിനിമയാണോ അതോ സന്ദേശം ഒരു പൊളിറ്റിക്കൽ സറ്റയറായ ആക്ഷേപഹാസ്യ സിനിമയാണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീണ്ടും കാണാം.